എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് പുറത്തേക്ക് നോക്കും. അപ്പം മഴ പെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ പണിക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്നിപ്പം കുറച്ച് തെളിച്ചെല്ലാം കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, കഞ്ഞിയൂടി എന്തായാലും മുട്ടിപ്പോവും. എന്തായാലും രണ്ടും കളിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുവാണെങ്കിൽ കോട്ടിട്ടെല്ലാം കൊട്ടാന്ന് ഓർത്താണ് വന്നേക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് കയറി പോവാട്ടോ. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പണിയെടുത്തതാണ്, പിന്നെ ഇത്രയും ദിവസമായിട്ട് പണിക്ക് വന്നിട്ടില്ല. കവുങ്ങോട്ടമില്ലേ, ഇതെല്ലാം നമുക്ക് കൊത്താനുള്ള കേട്ടോ. ഈ മഴയത്ത് ഇതെല്ലാം വൃത്തി കൊത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ ഈ കാണുന്ന ഭാഗം, ഇതിൻ്റെ മേളിലേക്കെല്ലാം കുറേ ഭാഗം ഞാൻ കൊത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ചുകൂടെ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പൊളിഞ്ഞ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ആൾത്താമസമൊന്നുമില്ല. ഇതാ ഒരു പൊളിഞ്ഞ വീട് മാത്രമുണ്ട്. അപ്പോൾ ഈ വീടിനകത്താണ് എൻ്റെ ഷൂവും ബെൽറ്റെല്ലാം വെച്ചേക്കുന്നത്. ലാസ്റ്റ് കൊത്താൻ വന്നപ്പം ഇവിടെ വെച്ചിട്ട് പോയതാണ്. അന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വീട്ടുകാർ കൊണ്ടുതന്ന പാത്രം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വീടിന് മേൽക്കൂരെല്ലാം പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഷൂവും ബെൽറ്റെല്ലാം ഇവിടെ തന്നെ മഴയത്ത് കിടന്നിട്ട് ഫുള്ള് വെള്ളം പിടിച്ചിട്ടുണ്ട്. ഷൂവിന് ചെറിയ ഓട്ടയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം കീറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറി നിൽപ്പുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. മഴയൊക്കെ ആയിട്ട് ഇപ്പം വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം. ഒന്നും കാണുന്നില്ല, ഒന്നുമില്ലെന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കാം. ഇതിൻ്റെ അകത്തെല്ലാം ഓട്ടയുണ്ടായിരുന്നേ. കുറച്ച് ചെളിവെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഓട്ടയ്ക്കൂടെ നല്ലപോലെ മഴവെള്ളം കയറിയിട്ടുണ്ട്. പൂത്തും തോന്നുന്നത് വെള്ളം ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും പണി തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം മഴയൊന്നും അങ്ങനെ പെയ്ത് കാണുന്നില്ല. എന്തായാലും കയറി നോക്കട്ടെ. ഇന്ന് ഒരാളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂല്ലെന്ന് എനിക്കറിയത്തില്ല. നല്ല തെളിച്ചെല്ലാം കാണുന്നുണ്ട് ഇന്ന്. പറഞ്ഞു തീർന്നില്ല, മറ്റേ ചങ്ങായും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് കുഴപ്പമില്ല, ഇന്നിപ്പോൾ തീർക്കാൻ പറ്റും തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് കൊത്തിയത്. ഇന്നിപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പണി തുടങ്ങി നോക്കട്ടെ. എത്ര സമയം കിട്ടുമെന്നറിയില്ല. മാക്സിമം അടിച്ചു തീർക്കാൻ നോക്കും.